പിന്നെ രണ്ട്, ഈ നിരീക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ശ്രീ എം എം മണി അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുന്നത് ഡാം മാനേജ്മെന്റിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്തിട്ടാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ IT വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്നത് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ മന്ത്രിമാരുടെ യോഗ്യതയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ബഹുമാന്യനായ അവതാരകൻ ഞാൻ പറയുക? ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ യോഗ്യത ചോദിക്കുമ്പോൾ ഇതിന് പല മറുപടികളുണ്ട്. വേണമെങ്കിൽ എനിക്കൊരു മറുപടി പറയാം. എന്നാ പിന്നെ പ്രധാനമന്ത്രിയുടെ യോഗ്യത ഏത് പരീക്ഷ പാസ്സായിട്ടാണ് അദ്ദേഹം റെസ്റ്റോറന്റ് അല്ലല്ലോ നടത്തുന്നത് എനിക്ക് ചോദിക്കാം. അത് ഞാൻ ചോദിക്കുന്നില്ല. പകരം ഒന്ന് പറയുന്നത്, ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആവുന്നത് എങ്ങനെയാണ്? നമ്മുടേത് ജനാധിപത്യമാണല്ലോ. തെരഞ്ഞെടുത്തിട്ടല്ലേ ആവുക? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവരല്ലേ ആവുക? നിരീക്ഷകരെ പിടിച്ചിട്ട് വൈദ്യുതി മന്ത്രിയാക്കാൻ പറ്റൂ? അപ്പൊ ജനാധിപത്യത്തിൽ തൽക്കാലം നമ്മൾ ഇതങ്ങ് സഹിക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ സമയക്രമീകരണത്തെ കുറിച്ച് കോമൺ സെൻസ് മതി എന്ന് പറഞ്ഞു. ശരി, നമുക്ക് ഇത്തിരി കോമൺ സെൻസ് കുറവാണെന്നെങ്കിൽ ഇരിക്കട്ടെ. പക്ഷെ ഈ കേന്ദ്ര മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ നേതാക്കന്മാരും കേന്ദ്ര ഭരണാധികാരികളും പ്രധാനമന്ത്രിയും അതേപോലുള്ള വിദഗ്ധന്മാരും കേരളത്തിലെ ആരോഗ്യ വിദഗ്ധന്മാരുടെ സംഘമൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർക്ക് ആർക്കും കോമൺ സെൻസ് ഇല്ല. കോമൺ സെൻസ് മൊത്തത്തിൽ ഇന്നലെ ഞാനങ്ങ് വാങ്ങി എന്നൊക്കെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ, മറുപടി ഇല്ല.